ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇസ്രായേലിനെതിരെ ആക്രമണം തുടർന്ന ഇറാൻ. ഡിമോണയിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിൽ മിസൈൽ ആക്രമണം. ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. ഡിമോണയിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിലും ആരദ് നഗരത്തിലും ഇറാന്റെ മിസൈൽ ആക്രമണം. 100-ലേറെ പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. വികിരണ ചോർച്ചയില്ലെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സ്ഥിരീകരണം. നതാൻസിലെ ആണവ നിലയത്തിന് നേരെയും ബുഷേർ പവർ പ്ലാന്റിന് നേരെയും നടന്ന വ്യോമാക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്നാണ് ഇറാന്റെ പ്രതികരണം. ടെക്സ്റ്റൈൽ ഫാക്ടറി എന്ന പേരിൽ ഇസ്രായേൽ രഹസ്യമായി നിർമ്മിച്ച ആയുധപ്പുര. ഡിമോണ ആണവ നിലയത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ. ഇസ്രായേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുള്ള 2 മേഖലകളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണുണ്ടായിരിക്കുന്നത്. തെക്കൻ ഇസ്രായേലിലെ ഡിമോണ, അരാദ് എന്നീ നഗരങ്ങളിലെ മിസൈൽ ആക്രമണം നടത്തുവാൻ ഇറാൻ ലക്ഷ്യം. അരാദ് എന്നീ നഗരങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തുവാൻ ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നു. ഇസ്രായേലിന്റെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ്. കോഴിക്കോട് പക്ഷിപ്പനി. 5 പഞ്ചായത്തുകളിൽ വളർത്തു പക്ഷികളെ കൊന്നൊടുക്കി. പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. കോഴിക്കോട് പക്ഷിപ്പനി സ്ഥിരീകരിച്ച 5 ഇടങ്ങളിലായി 15,000-ഓളം വളർത്തു പക്ഷികളെ കൊന്നൊടുക്കി. രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്നത്. ബാലുശ്ശേരിയിലെ പനങ്ങാട് പഞ്ചായത്തിൽ മാത്രം 450 പക്ഷികളെയാണ് കൊന്നൊടുക്കിയത്. ബാലുശ്ശേരി മൃഗാശുപത്രിയിലെ സീനിയർ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. വയനാട് കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ പിടികൂടുവാനുള്ള ദൌത്യം തുടങ്ങി. മയക്കുവെടി വെച്ചേക്കും. വയനാട് വടക്കനാട് കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ പിടികൂടുവാനുള്ള ദൌത്യം ഇന്ന്. മയക്കുവെടി വെച്ചേക്കും. ദൌത്യത്തിനായി നിലവിൽ 2 കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. RRT സംഘം കൃത്യമായി കാട്ടാനയുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാനയെ പിടികൂടുവാനുള്ള ദൌത്യമാണ് പുരോഗമിക്കുന്നത്. കൃത്യമായ പദ്ധതി രൂപീകരിച്ചുകൊണ്ടാണ് വനം വകുപ്പും RRT സംഘവും മുന്നോട്ടു പോകുന്നത്. ഇക്കഴിഞ്ഞ 3-ന് രാത്രിയോടെയാണ് വടക്കനാട് പച്ചാടിയിലെ കർഷകനായ രാജീവ് കൃഷിയിടത്തിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കാട്ടാനയെ ഉടൻ പിടികൂടാമെന്ന വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉറപ്പിന്മേലാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. എന്നാൽ നടപടികൾ വീണ്ടും വൈകിയതോടെ ബത്തേരി DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ ഇല്ലാതാക്കും. അന്ത്യശാസനവുമായി ട്രംപ്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ അമേരിക്ക ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. ഏറ്റവും വലിയ ഊർജ്ജ പ്ലാന്റ് ആദ്യം ആക്രമിക്കുമെന്നാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ട്രംപിന്റെ ഭീഷണി. ഇറാൻ കരാറിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ്. എന്നാൽ അത്തരം കരാറിൽ ഏർപ്പെടുവാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇറാനെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കി കഴിഞ്ഞുവെന്നും ട്രംപ് പ്രതികരിച്ചു. ഇറാന്റെ നേതാക്കളും നാവികസേനയും വ്യോമസേനയും ഇല്ലാതായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഓട്ടോയിൽ ചന്ദനത്തിരി കത്തിച്ചത് ചോദ്യം ചെയ്തു. പേരാമ്പ്രയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരിക്ക് നേരെ ഡ്രൈവറുടെ മർദ്ദനം. കോഴിക്കോട് പേരാമ്പ്രയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരിക്ക് നേരെ ഓട്ടോ ഡ്രൈവറുടെ മർദ്ദനം. ഓട്ടോയിൽ ചന്ദനത്തിരി കത്തിച്ചു വച്ചത് ചോദ്യം ചെയ്തതിന് മർദ്ദിച്ചെന്നാണ് പരാതി. കൂത്താളി സ്വദേശിയായ ഉഷയ്ക്കാണ് മർദ്ദനമേറ്റത്. മൂരിക്കുത്തി പ്രോമിസ് ഫ്യൂൽസ് ജീവനക്കാരിയാണ് ഉഷ. മാർച്ച് 19 രാവിലെ 7:30ഓടെയായിരുന്നു സംഭവം. ഓട്ടോയിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ ചന്ദനത്തിരി കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാരി ഓട്ടോ ഡ്രൈവറോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ കത്തിച്ചാൽ നീ എന്തു ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറയുകയും ഡീസൽ ടാങ്കിന്റെ അടപ്പുകൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്യുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഉഷ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സംഭവത്തിൽ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് യുവതി. കുറ്റ്യാടി MLA പി കുഞ്ഞമ്മദ് കുട്ടിക്ക് നേരെ കയ്യേറ്റ ശ്രമം. കുറ്റ്യാടി MLAയും LDF സ്ഥാനാർത്ഥിയുമായ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർക്ക് നേരെ കയ്യേറ്റ ശ്രമം. വടകര മണിയൂർ തെരു മഹാഗണപതി ക്ഷേത്രം ഉത്സവത്തിനിടെയാണ് സംഭവം. MLA തിരുവള്ളൂർ PHCയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പയ്യോളി പോലീസിൽ പരാതി നൽകി. അക്രമത്തിന് പിന്നിൽ RMP ആണെന്നാണ് CPIM ആരോപണം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.